ബഡ്ജറ്റിൽ അതിന് തുടർന്ന് നമുക്ക് സസ്റ്റൈനബിളായിട്ട് കൊണ്ടുപോകണമല്ലോ. അതൊക്കെ തുടങ്ങി വെച്ചത് നല്ലതുപോലെ കൊണ്ടുപോകും ശക്തമായി. അതുപോലെ അത് വിപുലവും വിസ്തൃതവുമാക്കും പരിപാടികൾ. നമുക്ക് യുവജനങ്ങളുടെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരമുണ്ടാകണം. അഭ്യസ്തവിദ്യരായ യുവജനങ്ങൾക്ക് നമുക്ക് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തൻ്റെ പേരിലുള്ള റെക്കോർഡ് കെ.എം. മാണി ഈ മാസം 15-ന് തിരുത്തിയെഴുതും. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി എന്ന റെക്കോർഡ് ഇനിയും കെ.എം. മാണിക്ക് സ്വന്തം. കെ.എം. മാണിയുടെ 11ാമത്തെ ബജറ്റാണ് ഇത്തവണത്തേത്. എല്ലാ തലങ്ങളിലുമുള്ളവർക്ക് വികസനം എത്തിക്കുകയാണ് തൻ്റെ ലക്ഷ്യമെന്ന് കെ.എം. മാണി പറയുന്നു. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് പ്രഥമ പരിഗണനയുണ്ടാവും. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന വൈദ്യുതി ബോർഡിനെയും KSRTCയെയും രക്ഷിക്കാൻ ബജറ്റിൽ നടപടികളുണ്ടാവുമോ എന്ന ചോദ്യത്തോട് ധനമന്ത്രിയുടെ മറുപടി: KSRTC, ഇലക്ട്രിസിറ്റി ബോർഡ്, ഇതൊക്കെ ബേസിക്കായിട്ടുള്ള പല കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. പുനഃസംഘടനകൾ ആവശ്യമാണ്, പല കാര്യങ്ങൾ. അത് ഒരു നമുക്കൊരു ബഡ്ജറ്റിലൂടെ മാത്രം കൊണ്ടുവരാവുന്നൊരു കാര്യമല്ല. അത് ക്യാബിനറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്യാബിനറ്റിൻ്റെ പരിഗണനയിലാണ്. ക്യാബിനറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് അതിന്മേൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. വകുപ്പ് മന്ത്രിമാർ അതനുസരിച്ചുള്ള നടപടികൾ ആവശ്യപ്പെടുന്നുണ്ട്. അവരുടെ പ്രപ്പോസൽസൊക്കെ കിട്ടി. അവരുടെ പ്രപ്പോസൽസ് ക്യാബിനറ്റ് ചർച്ച ചെയ്ത് ആവശ്യമായ തീരുമാനങ്ങൾ കൈക്കൊള്ളും. സംസ്ഥാനത്തിൻ്റെ പൊതുകടം കുറയ്ക്കുന്നതിനുള്ള നടപടികൾ ബജറ്റിൽ ഉണ്ടാവുമെന്ന് സൂചനയുണ്ട്. നികുതി ഘടന പരിഷ്കരിക്കാനും സാധ്യതയേറെയാണ്. മീഡിയ 1, തിരുവനന്തപുരം.